ഞങ്ങളുടെ നാട് അങ്കമാലി പോലെ തന്നെയാണ്. കുന്നംകുളമാണ് എൻ്റെ നാട്. അപ്പോൾ അവിടെ സാധാരണ എല്ലാവരും പറയാറ് കഥകളി ഉണ്ട് എന്ന് കേട്ടാൽ ഞങ്ങൾ പോകും. കഥകളി ഉണ്ട് എന്ന് കേട്ടാൽ പോകുന്നത് ആ കഥകളി ഉള്ള നാട്ടിൽ നിന്ന് പോകും എന്നാണ് പറയുന്നത്, അല്ല കഥകളിക്ക് പോകുന്നതല്ല. അപ്പോൾ ഈ മുദ്ര കാണിക്കുക എന്നുള്ളത് മലയാളികളുടെ സഹജമായ സ്വഭാവമായതുകൊണ്ട് നമ്മുടെ തനത എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കലാരൂപത്തിൻ്റെയും ഭാഷ മുദ്രയുടേതാണ്. മുദ്രകൾ നമ്മൾ ആംഗ്യ ഭാഷയെ മുദ്രയാക്കുമ്പോഴാണ് പ്രശ്നം. നമ്മൾ ആംഗ്യങ്ങൾ കാണിക്കാം, വാ, പോ, കഷ്ടം, പലതരത്തിലും പല മുദ്രകളും ആംഗ്യങ്ങൾ കാണിക്കാം. ഈ ആംഗ്യത്തെ മുദ്രയാക്കുമ്പോഴാണ് പ്രശ്നം. ഈ കഷ്ടം എന്നുള്ളത് കഥകളിക്കാരൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അവൻ നമ്മൾ നേരത്തെ ആ എന്നുള്ള ശബ്ദത്തിനെ അക്ഷരമാക്കിയപ്പോൾ ചെയ്ത പോലെ ഒന്ന് ചിട്ടപ്പെടുത്തും, അതിനൊരു ഫ്രെയിം ഉണ്ടാക്കും. അതെങ്ങനെയാണ്? അപ്പോൾ ഈ കഷ്ടം എന്ന് നമ്മൾ സാധാരണ ജീവിതത്തിൽ കാണിക്കുന്നതിനെ കഥകളിക്കാരൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ വല്ല മാറ്റം എന്താ വെറുതെ കണ്ടു. പ്രശ്നമുണ്ടായി. നമ്മൾ ഇങ്ങനെയൊക്കെ നിന്ന് കാണിക്കുന്ന സാധനത്തിനെ കഥകളിക്കാരൻ കൊണ്ടുപോയി അപ്പൊ ഈ കഷ്ടത്തിനെ ദീർഘിപ്പിക്കാൻ ഭക്തന്മാർക്ക് ഇല്ലേ, അതല്ല ചെയ്യണേ. കഷ്ടം തന്നെയാണ് സംഭവം, പക്ഷേ അതിനെ ഒരു രൂപം ഉണ്ടാക്കുക. ഈ രൂപം ഉണ്ടാക്കുന്നത് മനസ്സിലാവാത്തതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇനി ഇതിപ്പോ നിശബ്ദ സിനിമ കാണുന്ന പോലെയാവും. ഇതിന് ശബ്ദം നൽകുന്നത് നടന്റെ വാക്കായി പ്രവർത്തിക്കുന്നത് വാദ്യമേളങ്ങളും ഗായകരും. അപ്പൊ ഇവിടെ കഷ്ടം എന്ന് കാണിക്കുന്ന മുദ്രയ്ക്ക് ജീവൻ വരുന്നത് ചെണ്ടയും മദ്ദളവും താളവും ചെയ്യുന്നു. അപ്പൊ അതിന് വരുന്ന വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. കഥകളിയിലും താളത്തിന്റെ വ്യത്യാസം കൊണ്ട് ഭാവമാറ്റം വരുത്തിയിരിക്കും. ഈ മുദ്രകൾ ചെയ്യുമ്പോൾ പല മുദ്രകളും നമുക്ക് ചില പരിചിതങ്ങളായ ചിത്രങ്ങൾ വരയ്ക്കുന്ന അല്ലെങ്കിൽ ചലനങ്ങളുടെ പ്രത്യേകത കാണിക്കുന്ന ഇങ്ങനെ മുദ്ര കാണിക്കാം. ഇവിടെ താമര എന്ന് തോന്നാൻ വേണ്ടി ഉപയോഗിച്ച തന്ത്രം താമരയുടെ ചിത്രം, താമരയുടെ രൂപം നോക്കറിയാം. ആ രൂപത്തിനോട് സാദൃശ്യമുള്ള വിരലുകളുടെ ചലനം കാണുന്നത്. ഇനി ഈ താമരയിലേക്ക് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അക്ഷരം എങ്ങനെ കാണിക്കാം? വസ്തുവിന്റെ രൂപം, സ്ഥാനം, ചലനം. എന്താ ചെയ്യാ?
അച്ഛൻ എന്നുള്ളൊരു ഐഡിയയിലൂടെ ചിലർക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ചിലർക്ക് അച്ഛൻ എന്ന് പറയുമ്പോൾ അമ്മനെ കാണുമ്പോൾ അങ്ങനെ അല്ലെ, ചിലർക്ക് അച്ഛൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയും, അത് പലതരം അച്ഛന്മാർ. അപ്പൊ അച്ഛനൊരു എന്താ പറയാ ഒരു സ്വഭാവം ഉണ്ടാകാൻ പറ്റും അല്ലെ. താമര അല്ലെങ്കിൽ വണ്ട് കണ്ണ് എന്നത് അതിന്റെ മുദ്ര സ്വീകരിച്ച പോലെ അച്ഛൻ എന്നുള്ളതിന് ഇവിടെ മുദ്രാഭാഷയിൽ ഒരു കരാറിലേർപ്പെടുന്നു. അവിടെ അച്ഛൻ എന്ന് കാണിക്കുമ്പോൾ ഇത് കണ്ടൊരു അച്ഛന്റെ ചായ അടുത്ത താമരപ്പൂ തോന്നി വണ്ട ഇത് കണ്ട അച്ഛനാവാം, ഇതിലെവിടെ അച്ഛൻ? അപ്പോഴാണ് നേരത്തെ ചോദിച്ച ചോദ്യം. നമ്മുടെ ഭാഷയിൽ അങ്ങനെ വാക്കിന് രൂപത്തില്ലെങ്കിൽ പോലും നമ്മൾ കരാറിലുണ്ട് അച്ഛനാണ്. ഇങ്ങനെയാണ് മുദ്രകൾ രൂപപ്പെട്ടത്. അങ്ങനെ കുറെ കഥകളുണ്ട്. ഈ ചിത്രം വരച്ച് കാണിക്കുന്നതും സ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അങ്ങനെ മുദ്രകളുണ്ട്. എല്ലാം പരിചയപ്പെടാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നത്. ഇങ്ങനെ മുദ്രാഭാഷയിൽ ഈ ചില ചലനങ്ങൾ ഉച്ചേർക്കുമ്പോൾ അതിന് പൂർണ്ണത. ഇപ്പോ അതിനെ കുറച്ചുകൂടി വിസ്തരിച്ച് അഭിനയിക്കുന്ന രീതി ഇങ്ങനെ കാണിച്ചാൽ ആനയായി. ഇത് ആനയുടെ തുമ്പിക്കൈയും ഇത് ആനയുടെ എന്താ ആണെന്ന്. അപ്പൊ ആന എന്ന് കാണിച്ചാൽ പിന്നെ വാചികം, ആഹാരം, സാത്വികം. വാചികം എന്ന് പറയുമ്പോൾ ഇവിടെ ഗായകനും വാദകനും ചേർന്ന് ചെയ്യുക, ഉൾച്ചേർന്ന് ചെയ്യുക അഭിനയം. അപ്പൊ വാചിക അഭിനയം എന്ന് പറയുമ്പോൾ കഥകളി സംഗീതത്തിലെ ശരിക്കും ഭാവസംഗീതം, ഭാവാനുസാരിയായ സംഗീതമാണ്. അപ്പൊ കഥകളിയിലെ സംഗീതം എന്ന് പറയുന്നത് ഇവിടെ ഭാവത്തിനാണ്. അതിലെ സ്വരസ്ഥാനങ്ങൾ കൃത്യമായി വരുന്നതിന് അപ്പുറത്ത് അവിടെ ഉദ്ദേശിക്കുന്ന ഭാവം പ്രദാനം ചെയ്യുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അപ്പൊ കഥകളി സംഗീതം ഭാവസംഗീതം. ഇവിടെ നടന്റെ അല്ലെങ്കിൽ കഥാപാത്രത്തിന്റെ ഭാവത്തിന് അനുകൂലമായ രീതിയിലാണ് അതിന്റെ ആലാപനം. ഒരു ഉദാഹരണം കാണിച്ചാൽ ഇപ്പൊ ഈ സൗന്ദര്യത്തിൽ ഈ തുള്ളലിന്റെ ഭാഗം കഥകളിയിൽ വരുമ്പോൾ വഴിയിൽ നിന്ന് പോക വൈകാതെ വാനരാജമാണ്. കേട്ടാൽ വലിയ അർത്ഥം മനസ്സിലായില്ലേ? വഴിയിൽ നിന്ന് പോക വൈകാതെ വാനരാജമാണ്. വളരെ സ്നേഹത്തോടെ പറയുന്നത് മനസ്സിലാവില്ലേ കേട്ടത്? അപ്പൊ ഈ പദം കാമ്പോജി എന്ന രാഗത്തിൽ ചെമ്പട എന്നുള്ള താളത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുമ്പോൾ തന്നെ അവിടെ കാമ്പോജി എന്നുള്ള രാഗപ്രസ്ഥാനത്തിന്റെ ഒരു സുഗമ സഞ്ചാരത്തിനപ്പുറത്ത് ഇവിടെ വീരരസത്തിന്റെ ഒരു എന്താ പറയാ വീരരസം ഉത്പാദിപ്പിക്കുന്നതിന് ആണ് കൂടുതൽ സൃഷ്ടി. അവിടെ ആ പാട്ട് പാടുമ്പോൾ ഗായക സൃഷ്ടി. അപ്പൊ വഴിയിൽ നിന്ന് പോക വൈകാതെ ആദ്യം മുദ്ര പരിചയപ്പെടാം. വഴിയിൽ നിന്ന് പോക വൈകാതെ